അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ എന്ന അവസ്ഥയിലാണ് തിരുവല്ലോമല. പൈപ്പ് ലൈൻ തകർന്ന് കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തികഞ്ഞ അനാസ്ഥയിലാണ് അധികൃതർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരുവല്ലോമല പട്ടിപ്പറമ്പ് ചൂലന്നൂർ റോഡിൽ മോസ്കോ മുക്കിന് സമീപമാണ് വർഷങ്ങളായി കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. വേനൽക്കടുത്ത് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും പൈപ്പ് അറ്റകുറ്റപ്പണി തീർക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ചേലക്കരയിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. നിരന്തരമായി വെള്ളം ഒഴുകി നടന്ന് ഇവിടുത്തെ റോഡും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. പഞ്ചായത്ത് അധികൃതർ നിലവിൽ ടാങ്കർ ലോറിയിലാണ് ഇവിടെ വെള്ളം എത്തിക്കുന്നത്. എന്നാൽ പൈപ്പ് ലൈനിലെ ചോർച്ച അടയ്ക്കാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ഈ ജനദ്രോഹ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഞാൻ രാമകൃഷ്ണൻ, ബുധനക്കര നിവാസി. ഞങ്ങളുടെ ഏരുകുളം പത്തിപ്പറമ്പ് റോഡിലെ 11 കല്ലിൻ്റെ അവിടെ വർഷങ്ങളായിട്ട്, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് റോഡിൽ വെള്ളം പൊട്ടി വാട്ടർ അതോറിറ്റി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടും യാതൊരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ വെള്ളം ഈ കുടിവെള്ളത്തിന് ക്ഷാമം നിൽക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം റോട്ടിൽ വന്ന് ആൾക്കാർക്ക് പറമ്പ് കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം പല അധികാരികൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ട് യാതൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ചേലക്കരയിലാണ് ഇതിൻ്റെ ഓഫീസെന്ന് മനസ്സിലായി. ചേലക്കര അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഇവരുടെ വാട്ടർ അതോറിറ്റിയുടെ എവിടെയൊക്കെ പൈപ്പ് കൊണ്ടോ സ്റ്റാഫ് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊന്നും ചെയ്യാതെ വർഷങ്ങളായി അവിടെ വെള്ളം പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. ന്യൂസ് ഡെസ്ക് CCV.